നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മരുമകൻ മൈക്കിൾ ബൂദൌസും സംഘവും ആലപ്പുഴയിലെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. 2.5 മണിക്കൂർ കായൽ സൗന്ദര്യം ആസ്വദിച്ച് മടങ്ങുകയും ചെയ്തു. ഇന്ത്യയിലെ അംബാസിഡർ സെർജിയോ ഗോർ, ചെന്നൈയിലെ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരടക്കം 9 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് റോഡ് മാർഗം ഉച്ചയ്ക്ക് 2-നാണ് ആലപ്പുഴയിൽ എത്തിയത്. സ്പൈസ് റൂട്ട്സ് എന്ന ആഡംബര ഹൗസ് ബോട്ടിൽ സവാരി നടത്തിയ സംഘം വേമ്പനാട്ട് കായലിലെ പുന്നമട ഫിഷിംഗ് പോയിന്റിൽ എത്തിയിരുന്നു. നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി തയ്യാറെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് എൻട്രിയും പരിശീലനവും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടന്റെ പരിശീലന തുഴച്ചിൽ വിസ്മയത്തോടു കൂടിയാണ് അദ്ദേഹം കണ്ടുനിന്നത്. സിറോ ജെട്ടി, അതുപോലെ തന്നെ പുഞ്ചിരി ജെട്ടി അടക്കം വേമ്പനാട് കായലിലൂടെ 2 മണിക്കൂറാണ് സഞ്ചരിച്ചത്. പുന്നമടയിലേക്ക് തിരിച്ചെത്തി നിരണം ചുണ്ടന്റെ ട്രാക്ക് എൻട്രിയും ആസ്വദിച്ചു. 4:30 കൂടി സംഘം മടങ്ങുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ അതിഥി എന്ന നിലയിൽ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ പുന്നമടയിൽ എത്തിയിരുന്നു. വലിയ പോലീസ് അകമ്പടിയിലാണ് ആലപ്പുഴയിൽ എത്തിയത്. കൊച്ചിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി നടത്തിയ ചർച്ച മികച്ചതായിരുന്നു. കേരളം മനോഹരമാണ്, കുടുംബവുമായി കേരളത്തിലേക്ക് വരും, കൂടുതൽ ആളുകളെ സന്ദർശിക്കാൻ പ്രേരിപ്പിക്കും എന്നാണ് പറഞ്ഞത്. സെർജിയോ ഗോറാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പങ്കുവച്ചത്. മാത്രമല്ല, അദ്ദേഹം ജൂതപ്പള്ളിയും സന്ദർശിച്ചിരുന്നു. സിനഗോഗിലും ഒക്കെ തന്നെ എത്തിയിരുന്നു. മട്ടാഞ്ചേരി പള്ളിയിൽ സന്ദർശനമൊക്കെ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മട്ടാഞ്ചേരി പള്ളിക്ക് ചുറ്റും പ്രത്യേക സുരക്ഷ ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, സുരക്ഷയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം പട്ടാളം വന്ന് പരിശോധിച്ച ശേഷമാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത്. അമേരിക്കയിൽ നിന്നുള്ള സുരക്ഷാ സന്നാഹമാണ് എത്തി പരിശോധനകളൊക്കെ നടത്തിയത്. എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദർശനം ഏറെ ഒരു വ്യത്യസ്തമാർന്ന ഒരു സന്ദർശനമായിരുന്നു. മറ്റ് താരജാടകളൊന്നുമില്ലാത്ത ഉള്ള ഒരു സന്ദർശനം കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം.